അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു പ്രോബ്ലം തന്നിരുന്നു. അത് പലവരും ചെയ്തിട്ടുണ്ട്, പലരും ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് ആ പ്രോബ്ലം വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് കൂടുതൽ പ്രോബ്ലങ്ങൾ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഇവിടെ ഒരു സർക്യൂട്ട് R1 R2 ഈ രണ്ട് സർക്യൂട്ട് ഉണ്ട് അല്ലേ, സോറി ഈ രണ്ട് റെസിസ്റ്റർ R1 R2 R3 ഉണ്ട്, ഇവിടെ R4 ഉണ്ട് കേട്ടോ, ഉണ്ട് R4 ഉണ്ട് ഇവിടെ. ഓക്കെ, അങ്ങനെ 3 ഒരു 4 5 റെസിസ്റ്റർ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ അറിയേണ്ടത് സീരീസിലാണോ പാരലൽ ആണോ എന്നുള്ളതാണ് കണക്ഷൻ. ഇവിടെ രണ്ട് തരം കണക്ഷനാണുള്ളത്. ഈ ഒരു കണക്ഷൻ അല്ലേ, R1ഉം R2 എന്താണ്, സീരീസിലാണ്. R3 R4 R5 എന്താണ്, പാരലൽ ആണ്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ R1ഉം R2 എന്താണ്, സീരീസ് ആണ്. അത് കണ്ടാൽ തന്നെ അറിയാം അല്ലേ, കണ്ടാൽ തന്നെ അറിയാം സീരീസിലാണ്. ഇത് എ എന്നുള്ള ഈ R1നെയും R1ഉം R2 എന്താണ്, R1ഉം R2 സീരീസിലാണ്. ഓക്കെ, R3 R4 R3 R4 and R5 ഇവരെന്താണ്, പാരലൽ. ഓക്കെ, ഇനി ഞാൻ ഈ R1നെയും R2നെയും കൂടി കൂട്ടിയിട്ട് ഒരൊറ്റ ഗ്രൂപ്പാക്കി, ഇതിനെ ഒരു ഗ്രൂപ്പാക്കി, അതിനൊരു പേരിട്ടു ഞാൻ എയും എ. പിന്നെ ഇതിനെ ഒരു ഗ്രൂപ്പാക്കി, ഇതിനെ ബി എന്ന് പേരിട്ടു. ഒന്നും കൂടെ നമുക്ക് വേറെ ചെയ്യാൻ നല്ല. ഓക്കെ, ഈ R1ഉം R2ഉം കൂടെ എന്ത് ചെയ്തു, ഞാനൊരു ഗ്രൂപ്പാക്കിയിട്ടുണ്ട്. അതിന് ഞാൻ എന്ത് വിളിച്ചു, എ എന്ന് വിളിച്ചു. R3 R4 R5 R6 R5 എന്ത് ചെയ്തു, ഞാൻ ബി എന്നുള്ള ഗ്രൂപ്പ്. ഓക്കെ, ഒന്നാമത്തേത് ഇത് ചെയ്യണം, രണ്ടാമത്തേത് ഇത് ചെയ്യണം, മൂന്നാമത്തത് ഇത് രണ്ടും കൂടെ കൂട്ടി ചെയ്യണം. ഈ ഒന്നാമത്തെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കാം, എക്സ്. രണ്ടാമത് ചെയ്ത് കഴിഞ്ഞാൽ എന്തിട്ടു, വൈ എന്ന് കിട്ടി അല്ലേ. ഒന്നാമത് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം എക്സ് എന്ന് കിട്ടി, രണ്ടാമത് വൈ എന്ന് കിട്ടി. ഇനി നോക്കി ഈ എക്സ് അല്ലേ, അപ്പൊ ഈ സർക്യൂട്ട് എന്താവുക, ഈ സർക്യൂട്ട് അങ്ങനെ ആവും, ഈ സർക്യൂട്ട് ഇങ്ങനെ ആവില്ലേ. അങ്ങനെ ആവില്ലേ, എക്സ് ദെൻ വൈ അങ്ങനെ ആവില്ലേ. അപ്പൊ ഇതെന്താവുക, ഇത് തമ്മിൽ എന്താണ്, പാരലലാണ്. മീൻസ് എയും ബിയും തമ്മിൽ എന്തായിരിക്കും, എയും ബിയും എന്തായിരിക്കും, പാരലലാണ് അല്ലേ. മീൻസ് ഈ രണ്ട് ഉത്തരമാണ് കേട്ടോ, ഈ എക്സും വൈ എന്തായിരിക്കും, പാരലലായിരിക്കും. അപ്പൊ ഒന്നാമത് സീരീസ് ആക്കി ചെയ്യാം, രണ്ടാമത് മൂന്നും കൂടെ പാരലൽ ആക്കി ചെയ്യാം, മൂന്നാമത്
കിട്ടിയ ഉത്തരം തമ്മിൽ എന്ത് ചെയ്യാം, ഇതിന്റെയും രണ്ടിന്റെയും ഉത്തരങ്ങൾ തമ്മിൽ എന്ത് ചെയ്യാണ്, പാരലാക്കി ചെയ്യാം. മീൻസ് ഇതും ഈ എയും ബിയും എന്താണ് തമ്മിൽ പാരലാണ്. ഓക്കെ, ചെയ്യുമ്പോൾ ഒന്നും കൂടി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നമുക്ക് ചെയ്യാം. R1 1/R1 അല്ലേ, ഒന്നാമത്തെ ചെയ്യാം. എന്താണ് 1 എന്താണ് സീരീസിനുള്ള കാണാനുള്ള ഇക്വേഷൻ, R is equal to R1 പ്ലസ് R2 അല്ലെ, ഈക്വൽ ടു എന്താണ്, R1ന്റെ പകരം എന്ത് ചെയ്യുക 2 കൊടുത്തു, പ്ലസ് R2ന്റെ പകരം എന്താണ് 4 ഈക്വൽ ടു എന്താ ഉത്തരം കിട്ടുക 6 ഓം എന്നാണ് എന്ത് ചെയ്യുക നമുക്ക് ഇവിടെ ഉത്തരം കിട്ടുക. 6 ഓം എന്നാണ് എന്ത് നമുക്ക് ഇവിടെ ഉത്തരം കിട്ടുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താണ് നോക്കിക്കോ. രണ്ടാമത്തെ പാരലൽ അല്ലേ മൂന്നും കൂടെ, അപ്പോൾ 1/R is equal to എന്താണ് 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഇവിടെ എന്താണ് R3 R4 R5 ആണ്, നമുക്കത് ആക്കാം. R3 R4 R5 അപ്പോൾ എന്താ വരിക 1/6 പ്ലസ് 1/4 പ്ലസ് 1/8. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിക്കൂടെ 1/6 പ്ലസ് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ ഇവിടെയും ചെയ്യണ്ടേ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, അവിടെ എന്തായി ഡിനോമിനേറ്റർ 8 ആയി. അപ്പൊ നമുക്ക് എഴുതിക്കൂടെ 2/8 പ്ലസ് 1/8 അല്ലേ. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം 1/6 പ്ലസ് 3/8 എന്നായില്ലേ. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി ബൈ ഡിനോമിനേറ്റർ, ഏതാണോ ഡിനോമിനേറ്റർ. എന്ത് ചെയ്യാം, ഇതിന്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 8 into 1 8 plus 3 into 6 18 divided by ഇത് എത്രയാണ് 6 into 8 48 which is equal to what, എത്രയാണ് 26 divided by 48 is equal to കട്ട് ചെയ്യാം അല്ലേ, 2 കൊണ്ട് കട്ട് ചെയ്യാം, 2 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ലേ, 2 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പം എന്താ മുകളിൽ 13 ഡിവൈഡഡ് ബൈ മുകളിൽ 13 ഡിവൈഡഡ് ബൈ അടിയിൽ 24. അപ്പൊ നമുക്ക് കിട്ടിയത് 1/R is equal to 13 divided by 24. Therefore R എന്താ വരിക, അപ്പോൾ R is equal to എന്താണ് വരിക, ഇത് കുറേ ഇങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, അതൊക്കെ ഒറ്റ 2 ലൈനിലൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് ചുരുക്കാൻ കഴിയും. R is equal to എന്താ വരിക, നേരെ തിരിച്ചിടുക 24
divided by 13 ohm. മനസ്സിലായി വിചാരിക്കുന്നു. ഇത് പൊസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക. പൊസ് ചെയ്തിട്ട് എഴുതുക. ഇത് RP ആണ് അല്ലേ, R പാരലൽ ആണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് R സീരീസ് ആണ്, S ഇതിൻ്റെ അടിയിൽ. അവിടെ എന്താണ്, R പാരലൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, R പാരലൽ എന്താ കിട്ടി, നമുക്ക് ഞാൻ കിട്ടി. ഇയാൾ രണ്ടാളും തമ്മിൽ എന്താണ്, അപ്പോൾ ഇതിൻ്റെയും കിട്ടി അല്ലേ, ഇതിൻ്റെയും കിട്ടി, ഇതിൻ്റെയും കിട്ടി. അപ്പോൾ പുതിയ സർക്യൂട്ട് എങ്ങനെ വരിക, പുതിയ സർക്യൂട്ട് എത്ര ഓമാ, 6 ഓം. ഇവിടെ എത്ര വരിക, ആരാണ്, RS. ഇവിടെ എത്ര വരുന്നത്, 24 divided by 13. ഫ്രാക്ഷൻ നമ്പർ ആക്കി ചെയ്യാൻ വേണമെങ്കിൽ 24 divided by 13. ഓക്കെ, 24 divided by 13. ഒരു 1.8 ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കിട്ടും. അത് അവിടെ തന്നെ അങ്ങനെ എടുക്കട്ടെ തൽക്കാലം. ഓക്കെ, ഇത് RP ആണ്. ഓക്കെ, ഇങ്ങനെ കിട്ടാം. ഇവിടെ വരച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വേണം എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ വരച്ച് കൊടുക്കാം. ഓക്കെ, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അപ്പോൾ പുതിയൊരു സർക്യൂട്ടിന്റെ ചിത്രം എങ്ങനെയാണ് വരിക. ഇനി ഇവർ തമ്മിൽ എന്ത് പാരലൽ അല്ലേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. ഇവർ തമ്മിൽ എന്താണ്, പാരലൽ ആണല്ലേ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, പാരലൽ ഇക്വേഷൻ എന്താ, മൂന്നാമത്തായിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണ്, പാരലൽ ആണ്. അപ്പൊ പാരലൽ ഇക്വേഷൻ എന്താ, 1/R is equal to അല്ലേ RP എന്നിടാം. രണ്ടാമത്തെ RP അല്ലേ, രണ്ടാമത്തെ പാരലൽ അല്ലേ. ഒന്നാമത്തെ പാരലൽ ഇത്, ഒന്നാമത്തെ പാരലൽ എന്തായിരുന്നു, ഇതായിരുന്നു അല്ലേ. രണ്ടാമത്തെ എന്താണ്, ഇതാണ്. ഓക്കെ, RP is equal to RP 1/RP, RP2 is equal to എന്താണ്, ഇവർ രണ്ടാണല്ലേ, ഈ RS ഉം RP എന്താണ്, പാരലൽ ആണ്. അപ്പൊ എന്താണ്, 1/6 plus 1/24 divided by 13. 24 divided by 13. ഇതാണെന്ത്, അതിന്റെ ആൻസർ. അത് ചെയ്യാനുള്ളത് (24 divided by 13) ആണെന്ത് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പൊ ഇതങ്ങനെ വരിക, 1/6 പ്ലസ് ഈ 13 എന്ത് ചെയ്യും, മുകളിലേക്ക് പോകും. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് 1/6 പ്ലസ് 13 divided by 24. 13 divided by 24 which is equal to, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, 24 into 1 24 plus 6 into 13 എന്താ വരിക, 6 into 13 equal to 78. ഓക്കെ, all divided by എന്താ വരിക, 6 into 24. 6 into 24 എന്താ വരിക, 6 into 24 144 is equal to 24 അതുപോലെ 78 എത്രയാണ് വരിക, 102 divided by 144. ഓക്കെ, ഇതെന്താണ്, ഇത് 1/RP2 ആണ് അല്ലേ, 1/RP2
RP2 ആണ് നമുക്ക് ഇത് കിട്ടിയത്. RP2 ആണ് എന്ത് ചെയ്തത് നമുക്ക് ഇത് കിട്ടിയത്. ഇനി RP എന്താവും? അപ്പോ RP2 എന്താവും? വെറും RP2 എന്താവും? ഈക്വൽ ടു എന്താ, ഇത് മുകളിലേക്ക് പോകൂലേ, തിര തിരിച്ചെഴുതണ്ടേ? 144 ഡിവൈഡഡ് ബൈ 102. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് ഹോം എഴുതുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇത് ഡിവൈഡ് ചെയ്യണം അല്ലേ. 144 ഡിവൈഡഡ് ബൈ 102 പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കിട്ടുക നിങ്ങൾക്ക് ആൻസർ ഇസ് ഈക്വൽ ടു ഏകദേശം ഒരു 1.4 ഹോം ആണ് ചെയ്യുക നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതിന്റെ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? RP2 എന്താണ്? 1.4 ഹോം എന്നാണ് എന്ത് ചെയ്യുക നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിന്റെ ആൻസർ എഴുതിയെടുക്കുക. ഓക്കെ, ഇത് എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കുറച്ച് വീഡിയോ എന്ത് ചെയ്യുക, കുറച്ച് ഭാഗം ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയാം കേട്ടോ. കുറച്ച് ഭാഗം എന്ത് ചെയ്യുക, നിങ്ങൾ ഫോർവേഡ് അടിച്ച് കളയുക, എന്നിട്ട് വീഡിയോ കാണുക. ഓക്കെ, കഴിഞ്ഞ ഭാഗമായിരുന്നു അടിക്കേണ്ടത്, ഇനി അടിക്കണ്ട. ഓക്കെ, കഴിഞ്ഞ ഭാഗമായിരുന്നു അടിച്ചു കളയേണ്ടത്, അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
ഈ കാര്യം നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യുക? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ റെസിസ്റ്റൻസ് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്നും കൂടെ എന്ത് ചെയ്യുക, ഇത് ചെയ്ത് നോക്കുക. ഓക്കെ, റെസിസ്റ്റൻസ് മാറ്റിയിട്ട് ഒന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെല്ലാം എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ, റെസിസ്റ്റൻസ് മാറ്റിയിട്ട് എന്ത് ചെയ്യാം നമ്മൾ ചെയ്ത് നോക്കുക. അപ്പൊ എത്ര കിട്ടുന്നുള്ളത്, റെസിസ്റ്റൻസ് എന്ത് ചെയ്യാം, ഈ ഇവിടെ ഉള്ളത് മാറ്റണം. നിങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നുള്ളൂ എത്രയാന്നുള്ളത്. R1 നിങ്ങൾ എന്ത് ചെയ്യാം, R1 is equal to 6 ohm, R2 is equal to 8 ohm, and then R3 is equal to 5 ohm, R4 is equal to 9 ohm, R5 is equal to 12 ohm. ഇതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഇതും കൂടെ ചെയ്യാൻ എന്നിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, കുറച്ചും കൂടെ എന്താണ്, മറ്റുള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ സിമ്പിൾ ആയിരിക്കും. ഇതിന്റെ കൂടെ എന്ത് ചെയ്യുക, ഞാനിവിടെ 12 വോൾട്ടേജ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. 12 വോൾട്ടേജ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് കാണണം, ഇവിടെ ഒരു സീരീസിലാണെങ്കിൽ എന്താണ്, വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. പാരലൽ ആണെങ്കിൽ എന്താണ്, വോൾട്ടേജ് ഈക്വൽ ആയിരിക്കും അല്ലെ. ഓക്കെ, ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്രോബ്ലം ആണ്. ആദ്യം എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു റെസിസ്റ്റൻസ് നിങ്ങൾ കാണും X എന്നുള്ളത് അല്ലെ, ഇതിന്റെ റെസിസ്റ്റൻസും കാണും Y എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇതിനെ മൊത്തമായിട്ട് ഞാൻ X എന്ന് വിളിച്ചു, ഇതിന് രണ്ടിനെയും X എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോ ഇവിടെ R1ലുള്ള വോൾട്ടേജ് നിങ്ങൾ കാണണം, V1 എന്താണുള്ളത്. R2ലും എത്രയാണ് വോൾട്ടേജ് കിട്ടുക എന്നുള്ളതും കാണണം. ഓക്കെ, വോൾട്ടേജ് എത്രയാണ്, അങ്ങനെയാണെങ്കിൽ R3ലും എത്ര വോൾട്ടേജ് ആണെന്നുള്ളത് കാണണം. R3ലും എത്ര വോൾട്ടേജ് ആണെന്നുള്ളത് കാണണം. R3 കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, R3യിൽ എത്രയാണ് വോൾട്ടേജ്, അത് തന്നെ ആയിരിക്കും എന്ത്, R5ലും R4ലും 5ലും 6ലൊക്കെ കിട്ടേണ്ടത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അപ്പം തന്നെ നമുക്ക് കറണ്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താ, V is equal to IR ആണ്. ഓക്കെ, I is equal to എന്താണ്, I is equal to എന്താണ്, V by R എന്നാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ വോൾട്ടേജ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടുത്തെ വോൾട്ടേജ് കിട്ടണമെങ്കിൽ ഇവിടുത്തെ കറണ്ട് കാണണം അല്ലേ. ഇവിടുത്തെ കറണ്ട് എങ്ങനെ കാണാം, വോൾട്ടേജ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഈ വോൾട്ടേജ് കിട്ടണമെങ്കിൽ ആദ്യം IR എന്നാണ് ഇക്വേഷൻ. R നമ്മുടെ കയ്യിലുണ്ട്, ഈ R1 എടുത്തോ, R നമ്മുടെ കയ്യിലുണ്ട്, എത്രയാണ്, 6 ohm എന്നാണ്. അപ്പൊ 6 എന്താവുക, 6 ആവും. ഇനി I വേണല്ലേ, I കിട്ടണമെങ്കിൽ ആദ്യം I കണ്ടുപിടിക്കണം, V by R ആണ്. അപ്പോ 12 divided by 6 അല്ലേ, 2/1 അല്ലേ, 2/1 അല്ലേ. ഇവിടെ R നമ്മുടെ ഈ V1ലുള്ള ഇതിലുള്ള വോൾട്ടേജ് ആണെന്ന് V1 എന്ന് പറയുന്നത്. അതിന് കാണാനുള്ള ഇക്വേഷൻ ആണ് V is equal to IR എന്നുള്ളത്. ഇതിൽ R നമ്മുടെ കയ്യിലുണ്ട്, 6 എന്നുള്ളത് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ,
6 എന്നുള്ളത് നമ്മുടെ കയ്യിലുണ്ടോ? ഐ നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. അപ്പോൾ ഐ കാണണം. ഐ കാണാൻ എന്ത് ചെയ്യുന്നത്? ആദ്യം V/R കാണണം. V/R എന്താണ്? V12 ആണ്. R1ന്റെ എത്ര ഓം ആണ്? 6 ഓം ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 6. എത്ര കിട്ടുക ആൻസർ? 2 അല്ലേ കിട്ടുക? 2 ആംപിയർ. അവിടുത്തെ കിട്ടുക 2 into 6. 2 into 6 എന്നാണ് കിട്ടുക. ഓക്കെ, തൽക്കാലം ഇങ്ങനെ ചെയ്യാം. എന്താണ് ഇവിടെ പാരലൽ ആവുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാലുള്ള വോൾട്ടേജും ആദ്യം ഇൻഡിവിജ്വൽ ആയിട്ട് കാണാം. നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഡിഫറൻസ് വരാൻ അതൊന്നും നോക്കണ്ട. എന്തായാലും ഇൻഡിവിജ്വൽ ആയിട്ട് ആദ്യം കാണാം. എന്നിട്ട് ഇതൊക്കെ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക? ഇതൊക്കെ കണ്ട് R1 V1 V2 ഇതൊക്കെ കണ്ടു, ഇതേപോലെ ചെയ്ത് കണ്ടു എന്ന് വിചാരിക്കാം. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്തു എന്ന് വിചാരിക്കാം. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കാണേണ്ടത്, ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു റെസിസ്റ്റർ ഇങ്ങനെ കിട്ടില്ലേ? ഒരു റെസിസ്റ്റർ ഞാൻ പറഞ്ഞു എന്ത് ഇങ്ങനെ കിട്ടും എന്നുള്ളത് അല്ലേ? ഇത് പിന്നെന്താണ്? ഇത് പാരലൽ ആയിരിക്കും. ഇതെന്താണ്? പാരലൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു വോൾട്ടേജ് ഉണ്ടാവും അല്ലേ? ഇവിടെ ഈ എക്സ് എന്നുള്ള ഒരു ആൻസറും കിട്ടും, ഇവിടെ വൈ എന്നുള്ള ആൻസറും കിട്ടും. ഇതും കൂടെ, ഇത് രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, പാരലൽ ചെയ്ത് കഴിഞ്ഞാൽ സെഡ് എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, ഇത് രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സെഡ് എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ എന്താ? 12 വോൾട്ടേജ് ഇവിടെ ഉണ്ട്, 6 എന്താണ് വോൾട്ടേജ് ഇവിടെ ഉണ്ട്, റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടുത്തെ കറണ്ട് നിങ്ങൾ കാണും. കറണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഇത്രയെന്നുള്ളത് കാണും. ഇവിടെ ഇത്രയെന്ന് കറണ്ട് എന്നുള്ളത്. ഇത് പാരലൽ അല്ലേ? അപ്പോൾ എക്സിലും വൈയിലും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കില്ലേ കറണ്ട്? ഓക്കെ, ഇവിടെ I1 ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും? I2 ആയിരിക്കും. ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. I1 എങ്ങനെ കാണുക? അപ്പോൾ എക്സ് വാല്യൂ ഞാൻ പറഞ്ഞുതരാം. എക്സ് വാല്യൂ നമുക്കൊരു 2 ഓം എന്ന് കിട്ടി വിചാരിക്കും. 2 ഓം കിട്ടി. എക്സിന്റെ വാല്യൂ 2 ഓം ആണ്. അപ്പോൾ I1 എങ്ങനെ കാണുക? I1 is equal to എന്താണ്? V/R അല്ലേ? V/R. V/R ആണ്. I is equal to V/R ആണ്. അപ്പോൾ വിന്റെ എന്താ? വി എത്രയാണ്? 12 വോൾട്ടേജ്. സിമ്പിൾ അല്ലേ? ആർ എത്രയാണ്? നമുക്ക് 2 ഓം. അപ്പോൾ എത്ര ആയി കിട്ടുക? 6 ഓം അല്ലേ കിട്ടുക? അപ്പോൾ എക്സിലുള്ള എത്ര ഓമാണ്? 6 ഓം. 6 ഓം അല്ല, 6 ആംപിയർ. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഈ പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ പ്രോബ്ലം അങ്ങനെ തീർന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്യാം? പോവാം. നെക്സ്റ്റ് ഇതാണ് എടുക്കാനുള്ളത് ടോപ്പിക്കാണ് ഇലക്ട്രിക് പവർ. എന്താണ് ഇലക്ട്രിക് പവർ? ഇലക്ട്രിക് പവർ ഒന്നും ഇല്ല. ഓക്കെ, നമ്മൾ ഈ ബൾബിന്റെ മുകളിൽ കാണാം 500 വാട്ട്സ് 9 വാട്ട്സ് ഒക്കെ എഴുതിയിരിക്കുന്നത് കാണാം. ഓക്കെ, അപ്പോൾ പവറിന്റെ യൂണിറ്റ് ആണെന്ത്? വാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പവറിന്റെ യൂണിറ്റ് ആണെന്ത്? വാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ പവർ ഇസ് ഈക്വൽ ടു എന്താണ്? പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പവർ എന്താണ്? വർക്ക് ബൈ ടൈം ആണ്. വർക്ക് ബൈ ടൈം ആണ് അല്ലേ? പവർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ നോക്കുക. പവർ എന്താണ്? പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. ഒരു സമയത്തിനുള്ളിൽ ഇത്ര വർക്ക് ചെയ്ത് തീർക്കുക, അതാണെന്ത്? പവർ. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ആരാണ്? ഇലക്ട്രിസിറ്റി ആണെന്ത്? ഓക്കെ, ഇലക്ട്രിക്കൽ എനർജി ആണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ദ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം ഇറ്റ്സ് പവർ. ഒരു ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ഒരു മിക്സിയോ ടിവിയോ എന്തെങ്കിലും ഒരു മിക്സി എടുക്കുക. ആ മിക്സി ഒരു യൂണിറ്റ് സമയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു യൂണിറ്റ് സമയത്തിൽ ഇത്ര കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്.
ഓക്കെ, എന്താണ് ഇലക്ട്രിക്കൽ എനർജി എന്തുണ്ട് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു യൂണിറ്റ് സമയത്തിൽ ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് അതിന്റെ പവർ. ഇപ്പോൾ ഒരു മിക്സി എന്തായിരിക്കും, ചിലപ്പോൾ 500 വാട്ട്സ് ആയിരിക്കും, 750 വാട്ട്സ്. നേരെ മറിച്ച് ഒരു CFL ബൾബോ ബൾബ് എന്തായിരിക്കും 9 വാട്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, 5 വാട്ട്സ്. LED ബൾബ് കണ്ടിട്ടില്ലേ നിങ്ങൾ, 5 വാട്ട്സ് 9 വാട്ട്സ് എന്നൊക്കെ കണ്ടിട്ട്. ഓക്കെ, ഇനി അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, സോറി പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു യൂണിറ്റ് സമയം ചെയ്തു തീർക്കുന്ന വർക്ക്, ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്തു തീർക്കുന്ന വർക്കാണെന്ത് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുത്തെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ്, ഒരു ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണം ഓക്കെ, ആ ഉപകരണം ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ഒരു സമയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രത്തോളം ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അതാണ് അതിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോ ഡിവൈസിനനുസരിച്ചും അത് ഇലക്ട്രിക്കൽ എനർജി എടുക്കുന്നത് എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ദെൻ പവർ ഈസ് ഈക്വൽ ടു P ഈസ് ഈക്വൽ ടു W/T. പവറിന്റെ യൂണിറ്റ് എന്താണ്, വാട്ടാണ്. ജൂൾസ് ലോ അനുസരിച്ചിട്ട് ഇപ്പൊ ഞാൻ പറയാണ് ഒരു മിക്സി വർക്ക് ചെയ്യുന്നുണ്ട് 500 വാട്ട്സിൽ. അപ്പൊ അതിന്റെ വർക്ക് എന്താണ്, ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിക്കുക എന്നുള്ളതല്ലേ വർക്ക് എന്ന് പറഞ്ഞത്. ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിക്കുകയാണെന്ന് അതിന്റെ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ജൂൾസ് ലോ, ഹീറ്റ് ജനറേറ്റഡ് ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഇന്റർവൽ ടൈം ഓഫ് സെക്കൻഡ് ഓർ ദ വർക്ക് ഡൺ ഈസ് H. ഈ ജൂൾസ് ലോ അനുസരിച്ച് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിയില് W/T ഉണ്ട് അല്ലെ, വർക്ക് ഉണ്ട്. ആ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, I²RT ആണ്. H is equal to I²RT. ഓക്കെ, ജൂൾസ് ലോ അനുസരിച്ച് എന്താണ്, H is equal to I²RT എന്നാണ് അല്ലെ, വർക്ക് ഡൺ എന്താണ്, അത് എത്ര സമയത്തിനുള്ളിൽ, T സമയത്തിനുള്ളിൽ. അപ്പൊ നമുക്ക് കിട്ടി. ഓക്കെ, T സമയത്തിനുള്ളിൽ. അപ്പോൾ പവർ is equal to വർക്ക് ബൈ ടൈം. പവർ is equal to വർക്ക് ബൈ ടൈം ആണ്. വർക്ക് എന്താണ് ഇവിടെ, ഇലക്ട്രിക്കൽ വർക്കാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് H is equal to വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, H is equal to I²RT ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, H is equal to I²RT എന്നുള്ള ഇക്വേഷൻ വർക്കിന്റെ പകരം കൊടുത്തു. ഈ T എന്ത് ചെയ്തു, അടിയിലുണ്ട് ഒരു T. ഈ ടിയും ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ എന്ത് ചെയ്തു, പവറിന് നമുക്കൊരു പുതിയൊരു ഇക്വേഷൻ കിട്ടി. ഇതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. പവറിന് ഒരു ഇക്വേഷൻ, ഒന്നാമത്തെ ഇക്വേഷൻ പവറിന്റെ പവർ is equal to I² സോറി ഇവിടെ മാറിപ്പോയില്ലേ, എന്താണ് മാറിപ്പോയത്, I²RT അല്ല അവിടെ ഏതുണ്ട്, H is equal to I²RT. ഓക്കെ, ഇവിടെ ആരുണ്ടാവുക, I²R എന്ന് മാത്രമേ ഇവിടെ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി ഓംസ് ലോ എന്താണ്, ഓംസ് ലോ അനുസരിച്ച് എന്ത് ചെയ്യണം, ഇതിപ്പോ കറണ്ടും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷനിലെ ഒന്നാമത്തെ ഇക്വേഷൻ ആണ്. ഓക്കെ, കറണ്ടും റെസിസ്റ്റൻസും തമ്മിലുള്ള ഒന്നാമത്തെ ഇക്വേഷൻ ആണ് ഇത്. ഇനി ഓംസ് ലോ അനുസരിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട് എന്താണ്, I is equal to V/R. I is equal to V/R. അങ്ങനെയാണെങ്കിൽ ഐന് പകരം എന്ത് ചെയ്യുക, നമ്മൾ V/R എന്ന് കൊടുക്കുക. അപ്പൊ എന്താവും, P is equal to ഇതിലിട്ടോ ഈ ഒന്നാമത്തേല് P is equal to ഐന് പകരം എന്ത് ചെയ്യുക, V/R. അപ്പൊ V² divided by R² into ആരാ വരിക, ഈ R വരും. ഈ സ്ക്വയർ എന്ന വന്നത് ഈ I²ന്, ഐക്ക് സ്ക്വയർ ഉണ്ടല്ലേ. അപ്പോ ഈ ഐന് പകരം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ V/R എന്ന് കൊടുത്തു. അപ്പൊ ഈ സ്ക്വയർ എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണ്ടേ. അതാണ് സംഭവം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഒരു ആറും
ഇവിടുത്തെ ആറും കട്ട് ചെയ്ത് പോകും. ഇപ്പം എന്താവും പി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എന്നാവും. അപ്പം നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി പവറിന്. പവർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. ഇതൊക്കെ നോട്ട് ചെയ്തേക്കണേ. ഇനി അടുത്തത് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എന്നുള്ള എന്ത് ചെയ്തു നമുക്ക് കിട്ടി. ഇനി ഓംസ് ലോ അനുസരിച്ചിട്ട് തന്നെ ആർ ഇസ് ഈക്വൽ ടു എന്താണ്, ആർ ഇസ് ഈക്വൽ ടു എന്താണ് വി ബൈ ഐ എന്നാണ്. അങ്ങനെയാണെങ്കിൽ പി എന്താവുക, പിന്നെ പി ഈസ് ഈക്വൽ ടു, ഓക്കെ ഇതിൽ തന്നെ കൊടുക്കട്ടെ, ഒന്നാമത്തെ ഇക്വേഷനിൽ തന്നെ കൊടുക്കുക. ആറിന്റെ പകരം വി ബൈ ഐ എന്ന് കൊടുത്തോ. അപ്പോൾ ഐ സ്ക്വയർ ഇൻറ്റു ഈ ആറിന്റെ പകരം ഇവിടെ എന്ത് ചെയ്യാണ് വി ബൈ ഐ എന്ന് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ വി ബൈ ഐ എന്ത് ചെയ്യും, ഇതും കട്ട് ചെയ്ത് പോകും, ഇതും കട്ട് ചെയ്ത് പോകും. അത് ഉത്തരം കിട്ടുക. ഇവിടെ ഒരു ഐ ബാക്കി ഉണ്ടാവില്ലേ, വി ഐ വി എന്നാണ് കിട്ടുക. ഐ വി അത് ഞാൻ എന്ത് ചെയ്തു വി ഐ എന്ന് എഴുതിയിട്ട് അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് പവറിനൊരു മൂന്നാമത്തെ ഇക്വേഷനും കൂടെ എന്ത് ചെയ്തു ഇവിടെ കിട്ടി, പി ഈസ് ഈക്വൽ ടു വി ഐ എന്നുള്ളത്. അപ്പൊ ഈ ഇക്വേഷനുകൾ മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി. ഈ മൂന്ന് ഇക്വേഷനുകൾ മാത്രം എന്ത് ചെയ്യുക നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഈ മൂന്ന് ഇക്വേഷൻ ഇല്ലേ, ഈ മൂന്ന് ഇക്വേഷനുകൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ P is equal to I square R, P is equal to V square divided by R, then P is equal to VI. ഈ മൂന്ന് ഇക്വേഷൻ എന്ത് ചെയ്യുക നിങ്ങൾ ഓർമ്മിച്ചിട്ട് വെക്കണം. ഓക്കെ പവറിന്റെ യൂണിറ്റ് എന്താണ്, അപ്പൊ ഇവിടെ എഴുതേണ്ടതാണ് വി എന്നാണ് കേട്ടോ, വി എന്നാണ് എഴുതേണ്ടത്. ഓക്കെ ദെൻ P is equal to VI. ഇനി വേറൊരു സംഭവം കൂടെ ഉണ്ട്, ആംബിയറേജ്. ആംബിയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആംബിയറേജ്, ആംബിയർ the ratio of the power of an equipment to the voltage applied. Amperage increases the thickness of the conductor. ഒരു എന്താണ് വോൾട്ടേജ്, ഒരു equipments കൊടുക്കുന്ന വോൾട്ടേജിന്റെ റേഷ്യോ, വോൾട്ടേജിന്റെയും പവറിന്റെയും റേഷ്യോ ആണെന്ത് ആംബിയറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വരുന്ന പ്രോബ്ലത്തിൽ എന്ത് ചെയ്യും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരു വയറിന്റെ, ഒരു കണ്ടക്ടറിന്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്യും തോറും എന്ത് ചെയ്യും അവിടെ ആംബിയറേജ് കൂടും. തിക്നെസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആംബിയറേജ് കുറയും. ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈക്വേഷൻ മൂന്നെണ്ണം മനസ്സിലാകാൻ വിചാരിക്കുന്നു. പിന്നെ പ്രോബ്ലംസ് കുറെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഇതൊന്നുമില്ല, ഇത് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞുതരാം. ആൻ അപ്ലയൻസ് ഓഫ് പവർ 540 വാട്ട്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് 540 വാട്ട്സിലും 230 വോൾട്ടേജിലും ഒരു വസ്തു വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആംബിയറേജിന്റെ ഇക്വേഷൻ എന്താ, വാട്ടേജ് ബൈ വോൾട്ടേജ്, വാട്ടേജ് ബൈ വോൾട്ടേജ്. ഓക്കെ അപ്പൊ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ പവർ 540 ഡിവൈഡഡ് ബൈ വോൾട്ടേജ് എത്രയാണ് 230. ദെൻ ഐ ഈസ് ഈക്വൽ ടു, ആംബിയറേജിന്റെ സിമ്പൽ എന്താണ്, ഐ ആണ്, ആംബിയർ. ദെൻ വാട്ടേജ് ഡബ്ല്യു, വോൾട്ടേജ് വി, ദെൻ 540 ഡിവൈഡഡ് ബൈ 210 ഈക്വൽ ടു 2.34 ആംബിയർ. ഓക്കെ ഇത് റൗണ്ട് ചെയ്യുക, 2. അപ്രോക്സിമേറ്റ് ടു 2.4 ആംബിയർ എന്ന് എഴുതാം. ഓക്കെ 2.4 ആംബിയർ റൗണ്ട് ചെയ്താണ്. 3.4 എന്നുള്ളത് എന്താണ്, 4ലേക്ക് റൗണ്ട് ചെയ്താണ്. ഓക്കെ ദെൻ സെക്കൻഡ്, അപ്പോൾ ആംബിയറേജ് കാണുന്ന വാട്ടേജ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ്, അത് അതിന്റെ വാല്യൂ കൊടുക്കുക, പവറിന്റെ വാല്യൂ വാട്ടേജിൽ കൊടുക്കുക, വോൾട്ടേജിന്റെ വാല്യൂ വോൾട്ടേജിലും കൊടുക്കുക. അങ്ങനെയാണ് അത് കാണുക. ഓക്കെ ഇനി നോക്കുക, 115 ഹോമിലൊരു വസ്തു എന്ത് ചെയ്യുന്നുണ്ട്, 2 ആംബിയറിലും 2 ആംബിയറിൽ കറണ്ട് ഫ്ലോ ചെയ്തിട്ടുണ്ട്. 2 ആംബിയർ കറണ്ട് ഒരു റെസിസ്റ്റൻസിലൂടെ 115 റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ അങ്ങനെയാണെങ്കിൽ അതിന്റെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, പവർ കണ്ടുപിടിക്കാനാണ്. വാട്ട് ഈസ് ദ പവർ ഓഫ് ദ അപ്ലയൻസ്, പി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ആരാ ഉള്ളത്, 115 ഓം, 6, ദെൻ ഐ. ഐയും ആറും തമ്മിലുള്ള റിലേഷനുള്ള ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഏതാണ് ഐയും ആറും കൂടെ ഉള്ളത്? ഈ ആറിൽ പി ഒന്നാമത്തെ അല്ലേ, അതന്നെയല്ലേ ഇവിടെ ഉള്ളത്. ദെൻ ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആറ്, ഐ സ്ക്വയറിൻ്റെ പകരം 2 സ്ക്വയർ 115 460 വോൾട്ട്. അപ്പോൾ ഇവിടെ എന്താവും ചെയ്യാം, എ കറണ്ട് ഓഫ് 0.4 a flow through an electric bulb working at 230 voltage. What is the power of the bulb? അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ കറണ്ട് ആണ് അല്ലേ, ഇവിടെ കറണ്ടും വോൾട്ടേജും ആണ്. അപ്പോൾ ഇക്വേഷൻ ഞാൻ നോക്കുക, കറണ്ടും വോൾട്ടേജും ആരും തമ്മിലുള്ളത് ഇതല്ലേ, പി ഈക്വൽ ടു വി ഐ എന്നല്ലേ. അപ്പോൾ പി ഈക്വൽ ടു വി ഐ എന്ന് കൊടുക്കുക, പി ഈക്വൽ ടു വി ഐ എന്നുള്ളത് കൊടുക്കുക. പി ഈക്വൽ ടു വി ഐ ഞാൻ ചെയ്യുന്നത്, പി ഈക്വൽ ടു വി ഐ. വി എത്രയാണ്, 230 കറണ്ട് എത്രയാണ് ഇവിടെ, 0.4. ദെൻ എത്രയാണ്, 230 ഇൻറ്റു 0.4 എത്ര കിട്ടുക, 92 വാട്ട് എത്രയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം കിട്ടി. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇതിലുള്ള കൂടുതൽ പ്രോബ്ലം ഞാൻ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ തരാം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ റെസിസ്റ്ററിൻ്റെ കേസ് പറഞ്ഞില്ലേ, കുറേ റെസിസ്റ്റർ 10 ഓം, ഈ പ്രോബ്ലം 10 റെസിസ്റ്റർ എന്ത് ചെയ്തു, 2 ഓം ഉള്ള എല്ലാ റെസിസ്റ്ററും 2 ഓം ആണ്. അങ്ങനെ 10 എണ്ണം പാരലലായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ റെസിസ്റ്ററും ഒരേ വാല്യൂ ആയിട്ട് വരുമ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷനും കൂടെ ഉപയോഗിക്കാം. അതാണ് ഇവിടെ കാണുന്നത്. if resistors of the same value are connected in parallel മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. then R is equal to, അവിടെ ടോട്ടൽ R എത്രയാണ്, R is equal to R by N. N എന്താണ്, നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്. ഇവിടെ എത്ര ഉണ്ട്, അവിടെ എത്ര ഉണ്ടായിരുന്നു, അവിടുത്തെ റെസിസ്റ്റർ ഉണ്ട് 10 റെസിസ്റ്റർ ഉണ്ടായിരുന്നു അല്ലേ, 10 റെസിസ്റ്റർ ആണ് ഉണ്ടായിരുന്നത്. നമ്പർ ഓഫ് റെസിസ്റ്റർ R is equal to, അപ്പോൾ 10 റെസിസ്റ്റർ ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത ഇക്വേഷൻ പറഞ്ഞില്ലേ, പാരലലായിട്ട് 10 എണ്ണം കണക്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ അല്ലേ, 1 10 ഒക്കെ എത്ര ഓമാണ്, 2 ഓം ആണ് അല്ലേ, 2 എല്ലാം 2 ഓം ആണ്. അപ്പോൾ ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ളതാണ് R is equal to R by N എന്നുള്ളത്, R is equal to R by N എന്നുള്ളത്. ഇവിടെ എത്ര റെസിസ്റ്റർ ഉണ്ട്, അതാണ് N, 10 റെസിസ്റ്റർ ഉണ്ട്. ഇതിൽ ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ ആണ് ഈ ചെറിയ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് അതിന്റെ വാല്യൂ. അപ്പോൾ R is equal to R by N. എത്ര റെസിസ്റ്റർ ഉണ്ട് ഇവിടെ, 10 എണ്ണം. അതിലൊരു റെസിസ്റ്ററിന്റെ വാല്യൂ എത്രയാണ്, 2. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ, 1/5. ഇതാണ് കേട്ടോ, അത് ഞാൻ വിട്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, താങ്ക് യു.